എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ പൊന്നാങ്കണ്ണി ചീര കാണപ്പെടുന്നത് വിവിധ തരത്തിലാണ്. നമ്മുടെ ചതുപ്പിൽ ഇല നീളത്തിൽ ഒരു പ്രത്യേക ആകൃതിയിൽ തണ്ടും ചുവപ്പായിരിക്കും, ഇലയും ചുവപ്പായിരിക്കും, ചെറിയ പൂക്കളുള്ള ഇതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര. ഈ ചീരയും പൊന്നാങ്കണ്ണി വർഗ്ഗത്തിൽപ്പെട്ടതാണെങ്കിൽ കൂടെ ഇതിൽ ഔഷധ ഗുണങ്ങൾ ഉള്ളത് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായ ചീര വെച്ചിട്ട് ഞാൻ ഒരു കറി ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഇതിനും പൂക്കളൊക്കെ ഉണ്ട്, എന്നാലും പിന്നെ നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലമാണെങ്കിൽ നല്ല പച്ചയും, അതേപോലെ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ചൊരു ചുവപ്പ് കളറായിട്ടും കാണും കേട്ടോ. ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് കഴുകി വൃത്തിയായിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഇനി നമുക്ക് ചീരയൊക്കെ ഒന്ന് നുള്ളിയെടുത്ത് വരാം. അപ്പോൾ കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവനായിട്ടും അതിൻ്റെ തണ്ടോട് കൂടിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നല്ല ചള്ള് ഇലകളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. അരിഞ്ഞിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗം കുറച്ചൊരു ചുവപ്പോട് കൂടെ കാണുന്നുണ്ട് കേട്ടോ. ഈ ചീരയുടെ ചെറിയൊരു തണ്ട് കുത്തിയിട്ടാൽ പോലും പെട്ടെന്ന് തന്നെ പൊടിച്ച് വളർന്നു വരും കേട്ടോ. പിന്നെ കുറച്ച് വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്ക് നനച്ച് കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ പടർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലത്, കണ്ണിന് വളരെ നല്ലതാണ് ഈ ചീര കഴിച്ചാൽ. അപ്പോൾ ഏതാണ് നിങ്ങളുടെ നാട്ടിലുള്ള പൊന്നാങ്കണ്ണി ചീര എന്ന് വെച്ചാൽ കിട്ടുന്നത് ഇതേപോലെ ഉപയോഗിക്കാൻ നോക്കാം. ഈ കറി ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് പരിപ്പ് കഴുകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇലയും ഞാൻ അരിയാതെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയൊരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 10 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതിലേക്ക് തേങ്ങ അരച്ച് ഒഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഒരു കറിയോട് കൂടെ കുറച്ചൊരു കറിയോട് കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഈ ഒരു പരിപ്പ് വെന്തുടഞ്ഞിട്ടുണ്ടാകുമ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 വിസിലാണ് വേണ്ടത്. ഒരു വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ടാമത്തെ വിസിലും കൂടെ വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതിൽ നന്നായി കട്ടി കൂടി പരിപ്പൊക്കെ ഒന്ന് നന്നായി വെന്ത് കറിയോട് കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ ഈ ഒരു ഭാഗത്തിനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തൂമിച്ചെടുക്കണം. ഇനി നമുക്ക് പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് 1 ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂത്ത് വന്നാൽ വേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് എരിവ് നന്നായി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ. കരിഞ്ഞു പോകാതെ നോക്കണം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഈ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടി ചേർക്കണമെങ്കിൽ അങ്ങനെ. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റുന്നതാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു കറി തന്നെയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റാവും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം.